എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ NDA കാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്ലാസ് ആണ്. അവർക്ക് മാത്രമായിട്ട് ചോദിക്കുന്ന ഒരു ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കാണ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. കോംപ്ലക്സ് നമ്പേഴ്സിലെയാണ്. പക്ഷെ നമ്മളത് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് അറിവില്ല. പക്ഷേ എക്സാമിന് ഷുവറായിട്ട് ചോദിച്ചിരിക്കും. ലൈക്കും കമൻറ്റും ഒക്കെ മറക്കാതെ ചെയ്ത് എല്ലാവരോടും ഒന്ന് മറക്കാതെ ഷെയർ ചെയ്തേക്കണം. നല്ല സൂപ്പർ പ്രോബ്ലംസുകളാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ട് പ്രോബ്ലംസുകൾ. അതിന് മുൻപായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. 1 plus omega plus omega square is equal to 0 and omega cube is equal to 1. ഇവരാരൊക്കെയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട്സ് ആരൊക്കെയാണ്. സ്ക്വയർ റൂട്ട്സ് എന്ന് പറയുമ്പോൾ എത്ര പേര്? 2 പേർ. ഇപ്പോൾ 25ൻ്റെ സ്ക്വയർ റൂട്ട്സ് ആരെന്ന് ചോദിച്ചാൽ +or-5 2 പേർ. ആണെങ്കിൽ ക്യൂബ് റൂട്ട്സുകൾ അപ്പോൾ എത്ര പേരെ കിട്ടണം? 3 പേർ. സ്ക്വയർ റൂട്ട്സുകൾ 2 ആണെങ്കിൽ ക്യൂബ് റൂട്ട്സുകൾ 3 ആയിരിക്കണം കിട്ടേണ്ടത്. അപ്പോൾ 1ൻ്റെ ക്യൂബ് റൂട്ട്സുകൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1ൻ്റെ ക്യൂബ് റൂട്ട്സുകൾ നമ്മൾ പഠിച്ചേക്കുന്നത് 1 എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? പക്ഷേ ബാക്കി 2 പേരോട് ഉണ്ട്. അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയാം -1 + i√3/2 എന്നും മറ്റേ വാല്യൂ -1 - i√3/2 എന്നാണ്. അവയെ കൊടുക്കുന്ന പേരുകൾ ഒമേഗ എന്നും ഒമേഗ സ്ക്വയർ എന്നുമാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ളിൽ നിന്നും നമുക്ക് കിട്ടുന്ന രണ്ട് റിസൾട്ട്സുകൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. 1 + omega + omega square is always 0 and omega cube is equal to 1. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഈ രണ്ട് പ്രോബ്ലംസുകളും നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. വാട്ട് ഈസ് റൂട്ട് ഓഫ് 1 + omega square ഡിവൈഡ് ബൈ 1 + omega? ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് റിസൾട്ടിൽ നിന്നും മാറ്റിയെടുക്കാം. 1 + omega + omega square 0 ആയതുകൊണ്ട് ഈ റിസൾട്ടിൽ നിന്നും ന്യൂമറേറ്ററായ 1 + omega square 1 + omega square ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്ലസ് ഒമേഗ അപ്പുറത്ത് പോയി -omega. ഓക്കെ, അതുപോലെ ഡിനോമിനേറ്ററിൽ 1 + omega എന്നാണ്. ഈ റിസൾട്ടിൽ നിന്നും 1 + omega ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ +omega square അപ്പുറത്ത് പോകുമ്പോൾ -omega square. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ രണ്ട് വാല്യൂസുകൾ അവിടോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ റൂട്ട് ഓഫ് 1 + omega square ഡിവൈഡഡ് ബൈ 1 + omega ഈക്വൽ ടു റൂട്ട് ഓഫ് ഈ 1 + omega സ്ക്വയറിന് പകരം നമുക്ക് കിട്ടിയതായിരുന്നു -omega ഓൺ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ കിടന്ന് 1 + omega പകരം -omega സ്ക്വയർ എന്നും കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് വാല്യൂസുകളൊക്കെ കൊടുത്തു. ഈ രണ്ട് -omega പ്ലസ് ഒക്കെ ആയിപ്പോക്കോളും, അതൊന്നും കുഴപ്പമില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒമേഗ സ്ക്വയർ ഇവിടെ ഉണ്ട്. ഒമേഗ ക്യൂബിൻ്റെ വാല്യൂ എത്രയാണ്? 1. ഒമേഗ ക്യൂബ് എന്ന് കണ്ടാൽ 1 എന്ന് എഴുതാം. പക്ഷേ ഇവിടെ ഒമേഗ സ്ക്വയറേ ഉള്ളൂ. അപ്പോൾ താഴെ മണ്ടയ്ക്കും ഒരു ഒമേഗ കൊണ്ട് എക്സ്ട്രാ കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഈ ഒമേഗ സ്ക്വയറിൽ ചേർന്ന് ഒമേഗ ക്യൂബ് ആവും. ഡിനോട്ട് അങ്ങ് 1 ആയിക്കോളും. ഓക്കെ, അപ്പോൾ വരുമ്പോൾ -omega × ഒമേഗ -omega സ്ക്വയർ -omega സ്ക്വയർ × ഒമേഗ -omega ക്യൂബ്. ഞാൻ പറഞ്ഞു മൈനസിനെ വേണേൽ ക്യാൻസൽ ആയി കളയാം. ബാക്കി വരുന്നത് ഒമേഗ സ്ക്വയർ എന്ന് മാത്രമേ ഉള്ളൂ. ഒമേഗ ക്യൂവിൻ്റെ വാല്യൂ എത്ര ആയിപ്പോയി? 1 ആയിപ്പോയി. പിന്നെ അത് എഴുതേണ്ട ഒമേഗ സ്ക്വയർ റൂട്ട് ഓഫ് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ. ഓക്കെ, അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ ദിസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ്, വാട്ട് ഈസ് omega = 100 + omega = 200 + omega = 300? ഒമേഗ ക്യൂബിൻ്റെ വാല്യൂ 1 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒമേഗ ക്യൂബിൻ്റെ പവറിലോട്ട് ഏത് നമ്പർ വന്നാലും അതിനെ 1 നമുക്ക് എഴുതാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വലിയ പവറുകൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ വലിയ പവറിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കിക്കേ, 3 × 3 9, റിമൈൻഡർ 1 0 3 ദാറ്റ് ഈസ് 9, ആൻസർ ഈസ് 1 അല്ലേ? എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ഒമേഗ റേസ് 100ന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം, ഒമേഗ റേസ് ടു 99 × ഒമേഗ എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ ഒമേഗ ക്യൂബ് ഹോൾ റേസ് 33 എന്നുള്ള രീതിയിൽ കൂടെ. ഓക്കെ, ഒമേഗ റേസ് 33 ഒമേഗ ക്യൂബ് റേസ് 33 × ഒമേഗ എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1 × ഒമേഗ, ആൻസർ ഈസ് ആരായി? ഒമേഗ. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ഒമേഗ റേസ് 200 ആണ്. അപ്പോൾ നമ്മൾ 200നെ നമ്മളിങ്ങനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 × 6 18 2 26 18 ബാക്കി റിമൈൻഡർ 32. ദാറ്റ് മീൻസ് ഒമേഗ റേസ് 200ന് പകരം ഒമേഗ ക്യൂബ് റേസ് ടു 66 ഇൻറ്റു ബാക്കി എന്തുണ്ട്? ഒമേഗ സ്ക്വയർ ഉണ്ട്. ഇതങ്ങ് 1 ആവും. ദാറ്റ് ഈസ് 1 × ഒമേഗ സ്ക്വയർ ഈസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒമേഗ റേസ് 100 ഒമേഗ എന്ന് കിട്ടി. ഒമേഗ റേസ് 200 ഒമേഗ സ്ക്വയർ എന്ന് കിട്ടി. ലാസ്റ്റ് വൺ ഒമേഗ ക്യൂബ് റേസ് 300 എന്ന് പറയുമ്പോൾ ഒമേഗ ക്യൂബ് റേസ് ടു 100 നമുക്ക് കറക്റ്റായിട്ട് എഴുതാം. നോക്കിക്കേ, അത് ഓൾറെഡി 3യുടെ പവർ തന്നെയാണ് 300. അപ്പോൾ ഒമേഗ ക്യൂബ് റേസ് ടു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 റേസ് ടു 100, ആൻസർ ഈസ് ആരായി? 1. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ ഈ 3 ടേംസിന് പകരം ഈ 3 പേരെ കൊടുക്കുമ്പോൾ ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടി. ഒമേഗ റേസ് 100ന് പകരം ഒമേഗ എന്ന് കൊടുത്തു. നെക്സ്റ്റ് ഒമേഗ റേസ് 200ന് പകരം ഒമേഗ സ്ക്വയർ എന്ന് കൊടുത്തു. ഒമേഗ റേസ് 300 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ 1 + omega + omega സ്ക്വയർ എന്ന് ലാസ്റ്റ് കിട്ടി. 1 + omega + omega സ്ക്വയർ ഈസ് ഈക്വൽ ആണ് 0. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ 0. ഓക്കെ, ഇങ്ങനെയായിരുന്നു രണ്ട് ക്വസ്റ്റ്യൻസുകൾ. നല്ല ക്വസ്റ്റ്യൻസുകൾ ചെയ്തു എടുക്കാനാണെങ്കിൽ നല്ല രസകരമായിട്ടുള്ള പ്രോബ്ലംസുകളാണ്. പക്ഷെ പുതിയതാണെന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. എല്ലാവരും മറക്കാതെ ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ് കാണുന്നവരെ ബൈ.